ഇന്നലെയാണ് 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയും 3 പേരെയും കാണാതായത്. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് വൈകിട്ടോടെ തിരിച്ചറിയുന്നു. അധികൃതർ അക്കാര്യം വീട്ടുകാരെ അറിയിക്കുന്നു. പ്രിയ, ഇന്നലെ ഈ ഒരു വാർത്ത കേട്ടത് മുതൽ വലിയൊരു ആശങ്കയാണ് തോന്നിയത്. എന്ത് സംഭവിച്ചിട്ടുണ്ടാവുന്ന കുട്ടികൾക്ക്, ആ വീട്ടുകാർ എത്ര വിഷമിച്ചിട്ടുണ്ടാവുന്ന, ഇവരെങ്ങോട്ടാണ് പോയത്? ശാലിനി 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ, ആദിത്യൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ്, 3 പേരും അടുത്ത സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, അയൽവാസികളാണ്. എപ്പോഴും സ്കൂളിലേക്ക് ഒരുമിച്ചാണ് പോവുക. ഇന്നലെ രാവിലെയും പതിവ് പോലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ സ്കൂളിൽ എത്തിയില്ല. വൈകുന്നേരമായിട്ടും തിരിച്ചെത്താത്തതോടുകൂടിയാണ് ഈ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടതാണ്. അപ്പോഴാണ് 3 പേരും സ്കൂളിൽ എത്തിയിട്ടില്ല, എവിടേക്കോ മുങ്ങി എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ കുട്ടികൾ വയനാട്ടിലുണ്ട് എന്ന വിവരം ലഭിച്ചത്. പുൽപ്പള്ളിയിലാണ് ഇവർ 3 പേരെയും കണ്ടെത്തിയത്. അവിടെ പോലീസാണ് ഇവരെ കണ്ടെത്തുകയും ചെയ്തത്. അതായത് 3 പേരെ സംശയാസ്പദമായ രീതിയിൽ അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടു. ഉടൻ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ അവരുമായി സംസാരിച്ച് പത്തിരിപ്പാലയിലുള്ള